ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഇന്ത്യസ് കൾച്ചറൽ റൂട്ട്സ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ വേദത്തെക്കുറിച്ച്, ഉപനിഷത്സിനെക്കുറിച്ച്, പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് തോട്ടായ ഒരു ബുദ്ധിസത്തെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ടായിട്ടുള്ള ജൈനസത്തെക്കുറിച്ചാണ്. Jainism is another important school of thought that became widespread at the same time, although its roots are said to be much more ancient. അതായത് ബുദ്ധിസത്തെയൊക്കെ സംബന്ധിച്ച് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ പഴയ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ജൈനിസം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ബുദ്ധിസം പോലെ തന്നെ വൈഡ് സ്പ്രെഡ് പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണിത്. And just like Siddhartha Gautama, Prince Vardhamana was born on the royal family in the early 6th century BCE. ബിഫോർ കോമൺ എറ 6th സെഞ്ച്വറിയിലാണ് ഈ ജൈനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ടുള്ള വർദ്ധമാന എന്ന് പറയുന്ന ആള് ജനിച്ചത്. അദ്ദേഹം സിദ്ധാർത്ഥ ഗൗതമനെ പോലെ തന്നെ, അതായത് ബുദ്ധിസത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീ ബുദ്ധനെ പോലെ തന്നെ ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ച ആളാണ്. ആൻഡ് ഇറ്റ്സ് ബർത്ത് പ്ലേസ് ഈസ് സിറ്റി ഓഫ് വൈശാലി. വൈശാലി എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ബീഹാറാണ്. നമ്മൾ പഠിച്ചതാണ്. ബുദ്ധൻ ജനിച്ചത് ലുംബിനി എന്ന് പറഞ്ഞ നേപ്പാളിലുള്ള സ്ഥലത്താണ്. അറ്റ് ദ ഏജ് ഓഫ് 30 he decided to leave the home and go in search of spiritual knowledge. അദ്ദേഹം 30-ാമത്തെ വയസ്സിൽ, അതായത് വർദ്ധമാന എന്ന പ്രിൻസ് അദ്ദേഹം 30-ാമത്തെ വയസ്സിൽ ഈ റോയൽ ഫാമിലി എല്ലാം ഉപേക്ഷിച്ച് സ്പിരിച്വൽ നോളജ് നേടാൻ വേണ്ടിയിട്ട് പോയി. അദ്ദേഹം ഏകദേശം 12 വർഷത്തോളം എന്താ ചെയ്തതെന്നറിയാമോ? പ്രാക്ടീസ് ആൻഡ് ഈസ്തറ്റിക് ഡിസിപ്ലിൻ. ഈസ്തറ്റിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള സുഖലോലുപതകളൊക്കെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു സന്യാസ ജീവിതം നയിക്കുക. അങ്ങനെ 12 വർഷം അദ്ദേഹം ഈസ്തറ്റിക് ഡിസിപ്ലിൻ ആചരിച്ച് അല്ലെങ്കിൽ സന്യസിച്ച് നേടിയതാണ് അദ്ദേഹത്തിന് ഇൻഫിനൈറ്റ് നോളജ്, അതായത് സുപ്രീം വിസ്ഡം അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം, അതായത് സുപ്രീം വിസ്ഡം അതല്ലെങ്കിൽ ഇൻഫിനൈറ്റ് നോളജ് അദ്ദേഹത്തിന് ലഭിച്ച ശേഷം മഹാവീര എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദ ഗ്രേറ്റ് ഹീറോ എന്നാണ് അർത്ഥം. അദ്ദേഹം ഇതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയാൽ ഇദ്ദേഹത്തിന് കിട്ടിയ അറിവുകളെല്ലാം അദ്ദേഹം പല ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചു. The word Jain or Jaina come from Jina, meaning conqueror. Conqueror എന്നാണ്, അതായത് കീഴടക്കുന്നവൻ എന്നാണ് ജെയിൻ എന്ന വാക്കിന് അർത്ഥം. This does not refer to the conquest of territory or enemies, but the conquest of ignorance and attachment so as to reach the enlightenment. പക്ഷേ ഈ ജെയിൻ എന്ന വാക്കിന് അർത്ഥം കോൺകറർ എന്നാണെങ്കിലും അറിവില്ലായ്മയും പിന്നെന്താണ് അറ്റാച്ച്മെൻറ്റുകളെയൊക്കെ കോൺക്വർ ചെയ്യുന്ന, അതായത് നമ്മൾക്ക് പല അറ്റാച്ച്മെൻറ്റ്, പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് പലരോടും, അല്ലേ? എന്ന് പറയല്ലേ, പല സാധനങ്ങളോടും, അല്ലെ പണത്തോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് വ്യക്തികളോട് അറ്റാച്ച്മെൻറ്റ്. ഇതിനെയൊക്കെ കീഴടക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ജെയിൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിനിൽ നിന്നും നമുക്ക് എൻലൈറ്റൻമെൻറ്റ്, നമ്മൾ എൻലൈറ്റൻമെൻറ്റ് എന്ന വാക്ക് ബുദ്ധിസത്തിലും കേട്ടിട്ടുള്ളതാണ്. ബോധോദയം ഉണ്ടാകുക എന്നാണ് അർത്ഥം. അതായത് നമുക്ക് സുപ്രീം നോളജ് കിട്ടുന്ന ഒരവസ്ഥ എത്തും എന്നാണ് ഈ ജെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ജെയിൻ ടീച്ചിങ്സ് ഇൻക്ലൂഡ് അഹിംസ, അനേകത്വത ആൻഡ് അപാരിഗ്രഹ. ഇത്രയുമാണ് നമ്മൾ ജെയിൻ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. അഹിംസ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. മറ്റേ 2 ഇതും നമുക്ക് അടുത്ത ഇതിൽ ഡിസ്കഷന് വരുന്നുണ്ട്, അന്നേരം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത. അതായത് അനേകാന്തവതയും പിന്നെ അപാരിഗ്രഹയും. And these ideas shared by the large extent with Buddhism and Vedantic school of thought and central to Indian culture. The first illustrated by the saying of Mahavira. മഹാവീരയുടെ ഒരു സേയിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. All breathing existing living sentient creatures should not be slain, nor treated with violence, nor abused, nor tormented, nor driven away. ഇനി നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു, ജീവിക്കുന്നു. ഇവിടെ എല്ലാ ജീവികളും ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒന്നിനെ നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താൻ പാടില്ല, ഓടിച്ച് കളയാൻ പാടില്ല. അങ്ങനെയാണ് ജൈനസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈവൻ അവർ ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പറയുന്ന, അല്ല ഉറുമ്പിനെ പോലും
കൊല്ലരുത്, അത്രയ്ക്ക് അഹിംസാവാദികളാണ് ജൈന മതക്കാർ. ലെറ്റ് us define the last two simple terms. 2 terms നമ്മൾ പറഞ്ഞായിരുന്നു. അതെന്താണെന്ന് നോക്കാം. അനേകാത്വത മീൻസ് നോട്ട് ജസ്റ്റ് വൺ, ഒന്നല്ല എന്നർത്ഥം. ആസ്പെക്ട് ഓഫ് പെർസ്പെക്റ്റീവ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഹാസ് മെനി ആസ്പെക്ട്സ് ആൻഡ് കനോട്ട് ബി ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ എനി സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് ഒരു വാക്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിന് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവാം. അതായത് വ്യക്തി വീക്ഷണങ്ങളെന്ന് നമുക്ക് പറയാം. അതായത് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ഇത് സത്യമാണ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ വീക്ഷണത്തിലൂടെ മാത്രമാണ് സത്യം എന്ന് ചിലപ്പം തോന്നും, അല്ലേ? മറ്റൊരാളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു സത്യമാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ട്രൂത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ഒരു തരത്തിൽ മാത്രമല്ല, പല തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും. അടുത്തെന്ന് പറയുന്നത് അപാരിഗ്രഹ മീൻസ് നോൺ പൊസഷൻ. പൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേത് എന്നുള്ള ഒരു ചിന്ത. അഡ്വൈസ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം മെറ്റീരിയൽ പൊസഷൻസ്, ലിമിറ്റിംഗ് വൺസെൽഫ് വാട്ട് ഈസ് ട്രൂലി നെസറി ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടത് ഈ പൊസഷൻസ് ഇല്ലാതിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പൊസസീവ് ആകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ അപരിഗ്രഹ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൈനിസം ഓൾസോ ഇൻസിസ്റ്റ് ഓൺ ദ interconnectedness and interdependence of all creatures, from humans to invisible organisms, as they support each other and cannot live without one another. Scientists studying nature, flora, fauna have been again and again confirmed this deep truth. ജൈനിസം പറയുന്നത് എല്ലാ ക്രിയേച്ചേഴ്സും, അതിപ്പം മനുഷ്യനെന്നോ മൃഗങ്ങളെന്നോ ഈവൻ പ്ലാന്റ്സ് എന്നോ ഒന്നുമില്ല, എല്ലാ ക്രിയേച്ചേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവരൊന്നിനെയും മറ്റൊന്നിനും, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സയൻസും അത് തന്നെയാണ് പറയുന്നത്, അല്ലേ? സയൻസിലും പറയുന്നത് ഫുഡ് ചെയിൻ എന്ന് അത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നമുക്ക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ജീവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പ്ലാന്റിനാണെങ്കിലും അതുപോലെ തന്നെ ആനിമൽസിനാണെങ്കിൽ അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ജൈനിസം പറയുന്നത്. The Jataka tales, which has delighted generations of the Indian children and adults, tell stories of the Buddha's former birth and express in simple terms of Buddhist values. In a well-known tale, Buddha, ഇനി നമ്മൾ പറയുന്നത് ഈ ജാതക കഥകൾ എന്ന് പറയുന്നത് ബുദ്ധനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബുദ്ധൻ്റെ വഴികാട്ടികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കഥകളാണ്, മോറൽ സ്റ്റോറീസാണ്. അത് നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ജാതക കഥകൾ. In a well-known tale, the Buddha was a king of a large troop of monkeys. They lived near a huge tree which bore fruit of divine fragrance and taste. Despite the monkey king's instructions that no fruit should escape, one day a ripe fruit fell into the stream below, carried by the current. ഇതിലെ ഒരു കഥ പറയുന്നത് കുരങ്ങന്മാരുടെ രാജാവായിരിക്കുന്നു ബുദ്ധൻ. അപ്പം ഈ രാജാവായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു നദീതീരമാണ്. അതിനോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു ട്രീ ഉണ്ട്. അതിൽ വളരെയധികം രുചികരമായിട്ടുള്ള നല്ല മണമുള്ള ഫ്രൂട്ട്സുമുണ്ട്. അപ്പോൾ ഈ കിങ് എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് മറ്റുള്ളവരിൽ എത്തിപ്പെടരുത്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ഒരു ദിവസം ഒരു ഫ്രൂട്ട് ഈ വെള്ളത്തിലേക്ക് വീഴുകയും ഇത് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. It was caught in a net and taken to the palace. The king was so enchanted by the taste, but he ordered his soldiers to locate the tree it came from. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയ ഫ്രൂട്ട് രാജാവിൻ്റെ അടുത്തെത്തി, ആ രാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഈ ഫ്രൂട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ഈ ഫ്രൂട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അദ്ദേഹം അറിയാൻ വേണ്ടി സോൾജേഴ്സിനെല്ലാം വിട്ടു. After a long search, they found the tree and the monkeys enjoying the tree's fruit. The soldiers attacked the monkeys. The only way for the monkey king to save his monkeys was to help him to cross the stream.
അപ്പോൾ ഈ പട്ടാളക്കാർ വന്നിട്ട് ഈ നോക്കിയപ്പോൾ ഈ മങ്കികളാണ്, ഈ കുരങ്ങന്മാരാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നത്. ഈ മരം നിറച്ച ഫ്രൂട്ട്സുമുണ്ട്. ഇവരെന്ത് ചെയ്തു, ഈ സ്വാഭാവികമായിട്ട് ഈ കുരങ്ങന്മാരെ ഓടിച്ച് വിട്ടിട്ട് ആ ഫ്രൂട്ട്സ് നേടാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഈ രാജാവ്, മങ്കികളുടെ രാജാവ്, 2 രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാവ്, ഇത് ഈ മങ്കി ഗ്രൂപ്പിൻ്റെ രാജാവായിട്ടുള്ള ആൾ വിചാരിക്കും തൻ്റെ പ്രജകളെ രക്ഷിക്കണം അല്ലേ. എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ഈ സ്ട്രീമിൻ്റെ അക്കരെ കടത്തി കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെല്ലാം രക്ഷപ്പെടും. സോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കാം. ബട്ട് ദേ കുഡ് നോട്ട് ഡു സോ their own being much larger than them. The monkey king caught hold of a tree on the other bank and let them use his body as a bridge to cross the stream. Although he was severely bruised and processor eventually died. ഇനി ഈ രാജാവ് എന്ത് ചെയ്തു? ഈ മങ്കികളുടെ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം അതായത് സ്ട്രീമിന് അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ ഈ മരത്തിൽ ഇരുന്നുകൊണ്ട് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു പാലം പോലെ അങ്ങനെ നിന്ന് ബാക്കി കുരങ്ങന്മാരെ എല്ലാം രക്ഷപ്പെടുത്തി. പക്ഷേ കാര്യങ്ങളുടെ അവസാനം എന്തു പറ്റി? ആ കിങ്ങായിട്ടുള്ള കുരങ്ങൻ മരിച്ചുപോയി. The king, who watched the scene from the distance, was greatly moved by the monkey king's selfless sacrifice. He thought about the role of king with respect to his subjects. ഇതിൽ നിന്നും ഇത് കണ്ട രാജാവിന് വളരെ റെസ്പെക്റ്റ് തോന്നി ആ മങ്കി കിങ്ങിനോട്. കാര്യം എന്താ, ഇങ്ങനെയാണ് രാജാക്കന്മാർ പ്രജകൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺ പാനൽ അറ്റ് ബാർഹട്ട് ഇൻ മധ്യപ്രദേശ് ഡെപ്പിക്റ്റിംഗ് ദ സ്റ്റോറി ഓഫ് മങ്കി കിങ്. മങ്കി കിങ്ങിൻ്റെ ഉണ്ടോ ബ്രിഡ്ജ് പോലെ നിന്ന് അപ്പുറത്തെ ഒക്കെ ആൾക്കാരെ കടത്തുന്ന ആ പിക്ചർ ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. എ ജെയിൻ സ്റ്റോറി. ഇനി ഇതൊരു ജെയിൻ സ്റ്റോറിയുടെ കേട്ടാണേ. രോഹിണിയ വാസ് എ എക്സ്ട്രാordinary skilled burglar who evaded all attempt to catch him. On the way to city, he accidentally heard a few sentences from the sermon that Mahavira was giving about achieving liberation from the ordinary life of ignorance. ഇവിടെ നമ്മൾ പറയുന്നത് രോഹിണി എന്ന് പറയുന്ന ഒരു കള്ളനെ കുറിച്ചാണ്. അദ്ദേഹം വളരെ സ്കിൽഡായിട്ടുള്ള ഒരു കള്ളനായിരുന്നു. അദ്ദേഹത്തിനെ പിടിക്കാനുള്ള എല്ലാ വഴികളും വളരെ സൂത്രത്തെ പൊട്ടിച്ചുകൊണ്ട് അയാൾ നടക്കുകയാണ്. അങ്ങനെ നടന്ന ഒരു ദിവസം മഹാവീരൻ്റെ, അതായത് വർദ്ധമാന മഹാവീരൻ്റെ പ്രസംഗം അദ്ദേഹം കേൾക്കുകയാണ്. എങ്ങനെയാണ് അറിവില്ലായ്മയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. റീച്ചിങ് ദ സിറ്റി, Rohiniya was recognized and arrested. He pretended to be a simple farmer. A minister devised a clever plan to force him to confess his identity. But Rohiniya, remembering Mahavira's words, was able to detect the minister's plan and defeat it. ഈ സമയത്ത് നമ്മൾ സോൾജിയേഴ്സ് വന്ന് ഈ കള്ളനെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഈ രോഹിണിയെ പറയുന്നത് ഞാനൊരു ഫാർമറാണെന്നാണ്, ഞാനൊരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് വിചാരിച്ചു ഇവൻ്റെ ഈ കള്ളത്തരം പൊളിക്കണം, ഇവൻ കള്ളനാണെന്ന് ഇവൻ തന്നെ സമ്മതിക്കണം. അതിന് പല മാർഗങ്ങളും നോക്കി. പക്ഷേ മഹാവീരൻ്റെ കഥകളല്ലെ, മഹാവീരൻ്റെ പ്രസംഗം കേട്ട ഈ ബർഗ്ലർ എന്താ പറ്റിയത്? ഈ കള്ളൻ എന്താ ചെയ്തത്? ഇവരുടെ ഈ സൂത്രത്തിൽ നിന്ന് നോക്കാൻ രക്ഷപ്പെട്ടു. ഫീലിംഗ് remorseful, Rohiniya approached Mahavira, confessed his crimes, returned the stolen treasures and asked the forgiveness. അതുകൊണ്ട് തന്നെ രാജാവ് ഇയാളെ വെറുതെ വിട്ടു. കാര്യം തെളിയിക്കാൻ പറ്റിയില്ലല്ലോ ഇത് കള്ളനാണെന്ന്. പക്ഷേ വളരെ വിഷമിച്ചിട്ട് നമ്മുടെ ഈ കള്ളൻ വന്നിട്ട് നമ്മുടെ മഹാവീരൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാനൊരു കള്ളനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോഷ്ടിച്ച മുതലെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. He became a monk, realized the illusion he living in and focused on acquiring higher knowledge. അങ്ങനെ ഈ കള്ളൻ ഒരു സന്യാസിയായി മാറുകയാണ് പുതിയ അറിവുകൾ നേടാനായി. The story illustrates the importance of the right action, right thinking and also illustrates the fact of everyone should have second chance. ഈ സ്റ്റോറി എന്ന് പറയുന്നത് യഥാർത്ഥ ശരിക്കുള്ള പ്രവൃത്തി, ശരിക്കുള്ള ചിന്തകൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഒപ്പം തന്നെ
ഏതൊരു മനുഷ്യനും ഒരു സെക്കൻഡ് ചാൻസ്, തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരുത്താൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ളതാണ്. Observe the above panel from the Jain temple in New Delhi. What is striking about it? What messages does it carry? Okay, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? നമുക്കൊരു പശുക്കുട്ടിയും ഒരു സിംഹത്തിനെയും തന്നിട്ടുണ്ട് കേട്ടോ. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജൈനിസം പറയുന്നത് എന്താണ്? അഹിംസയാണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇൻ ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം, അഹിംസ മീൻസ് മച്ച് മോർ ദാൻ റിഫ്രെയിനിങ് ഫ്രം physical violence against the person or the animal. It also means refraining from violence in thought, such as having ill feeling towards anyone. If we observe ourselves carefully, we may notice such negative thoughts and learn to turn them to positive ones. Sometimes such negative thoughts are even directed at ourselves. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ടും ജൈനിസവും ബുദ്ധിസവും അഹിംസയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകളിൽ പോലും വയലൻസ് ഇല്ലാതിരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായ നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. ഈ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നമുക്ക് വളരെ വിഷമം തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടായാലും ഇതിൽ നിന്നൊക്കെ റിമൂവായി നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് ആരാണ് നമ്മളെന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ നേടി പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ഇൻ ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം, മങ്സ് ആൻഡ് സംടൈംസ് നൺസ് ടു, ഈ സന്യാസിനികളും ഉണ്ടായിരുന്നവർക്ക് ബിഗൻ ട്രാവലിംഗ് അക്രോസ് ദ ലാൻഡ് ആൻഡ് സ്പ്രെഡ് ദെയർ റെസ്പെക്റ്റീവ് ടീച്ചിങ് ഫാർ ആൻഡ് വൈഡ്. അത് ഈ സന്യാസിനികളും ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരുടെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. Some of them created new monasteries in faraway place. Monastery എന്ന് പറഞ്ഞാൽ സന്യാസി മഠങ്ങൾ, ധാരാളം മഠങ്ങളും ഇവർ ദൂരെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. While others led easy lives in caves cut in the rock. പിന്നെ ചിലരൊക്കെ ജീവിച്ചിരുന്നത് ഈ ഗുഹകളിലാണ്, അതായത് പാറയിടുക്കുകളിലൊക്കെ. Archaeological findings have revealed many traces of those monasteries, sometimes even the name of the monks who lived the rock-cut caves and slept on the stone bed. ഇനി ഇതുപോലെ പല മൊണാസ്ട്രീസും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ റോക്ക് കട്ട്, അതായത് ഈ കല്ലിനിടയിൽ താമസിച്ചിട്ടിരുന്ന മങ്സിൻ്റെ പേരും പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ബെഡും ഒക്കെ ആർക്കിയോളജിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. Caves cut into the rock, Ellora, Maharashtra, between 6th and 10th century CE. Some of the caves are Hindu, others are Buddhist and Jains. ഇത് കണ്ടോ, വലിയ പാറയാണിത്, വലിയൊരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടാണ് ഇങ്ങനെ കൊത്തിയെടുത്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയേക്കുന്നത്. എന്തോ ഭംഗിയായിട്ടാണ് മാറ്റിയേക്കുന്നത് നോക്കി. ഇന്നത്തെ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഇതൊക്കെ ചെയ്തിരുന്നതെന്ന് ഓർക്കുക. ഇതിൽ കുറച്ച് ഹിന്ദുക്കളുടെയും മറ്റേത് ജൈനന്മാരുടെയും പിന്നെ ബുദ്ധന്മാരുടെയും ഒക്കെ ആയിട്ടാണ്. Although the Vedic, Buddhist and Jain school of had important differences, they also shared some common concepts such as dharma, karma, rebirth, the search of end to suffering of ignorance and many important values. This is the trunk of a tree we started this chapter with. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ വേദത്തെക്കുറിച്ച്, ബുദ്ധിസം, ജൈനിസം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ പറയുന്ന പല ഐഡിയാസാണ് ഇവർ പറഞ്ഞത്. പക്ഷെ എന്നാലും കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായത്. ധർമ്മം, കർമ്മം, റീബർത്ത്, പുനർജന്മം, പിന്നെ ഇഗ്നറൻസിനെ മാറ്റാൻ വേണ്ടി, അറിവില്ലായ്മയെ മാറ്റി അറിവ് നേടാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ട ട്രീയുടെ ട്രങ്ക് എന്ന് പറയുന്നത്. അതായത് വേരുകൾ പല സൈഡിൽ നിന്ന് പല കാര്യങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ അതെങ്ങോട്ടാണ് വരുന്നത്? ട്രങ്കിലേക്ക്. ആ ട്രങ്കിലേക്ക് വരുന്ന കാര്യങ്ങൾ ആ മരം മൊത്തവും സൂക്ഷിക്കുന്ന ഒന്നാണ്. ഫോക്ക് ആൻഡ് ട്രൈബൽ റൂട്ട്സ്. ഇനി ട്രൈബൽ, അതായത് നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെ നാടൻ ശീലുകൾ എന്നൊക്കെ പറയുന്ന പോലെ. The cultural root we have seen far as well documented in many texts. India has also rich oral traditions. അതായത് വാമൊഴികളെന്ന് നമ്മൾ പറയും.
നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന എല്ലാം വരമൊഴികളാണ്, അല്ലാതെ വായിലൂടെ, അതായത് നമ്മൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പറഞ്ഞ് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. That is, teaching or practice is transmitted through everyday practice without written text. Among them, the numerous folk traditions that is transmitted by common people, tribal traditions transmitted by tribes. ഈ ഗോത്രവർഗങ്ങളിലെല്ലാം പെട്ട ആൾക്കാർ ഇങ്ങനെയാണ്, ഓറൽ ട്രഡീഷനാണ് അവർക്കുള്ളത്. ഇത് വാമൊഴിയായിട്ട് അവർക്ക് ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ പുതിയ പുതിയ തലമുറയിലേക്ക് കൊടുക്കാറുണ്ട്. വാട്ട് ഈസ് ട്രൈബ്? എന്താ ട്രൈബ് എന്നുള്ള പറയുന്നത്? There are many definitions for the social entity. Today, anthropologists usually consider a tribe to be a group of families or clans sharing the tradition of common descent, a culture and language, living as a close-knit community under the chief and holding no private property. അതായത് സാധാരണ ട്രൈബ്സ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രൂപ്പാണ്, ക്ലാൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ലീഡർ ഉണ്ടായിരിക്കും. അവർക്ക് ആ ഗ്രൂപ്പിനൊരു പ്രത്യേക കൾച്ചർ ഉണ്ടാവും, അവർക്ക് അവരുടേതായ ലിവിങ് ഹാബിറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ജീവിക്കുന്ന അവർക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലായിരിക്കും. കോമൺ ആയിട്ട് ആ ക്ലാൻസിന് മൊത്തം, ആ ഗ്രൂപ്പിന് മൊത്തമുള്ള ഒരു സ്ഥലം. ഇപ്പോൾ വനങ്ങളിലൊക്കെ താമസിക്കുന്ന ട്രൈബ്സ് അങ്ങനെ അവർ ആ വനത്തിൻ്റെ ഒരു ഭാഗം മൊത്തം, പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇത്ര സ്ഥലം അങ്ങനെയൊന്നും ഇല്ല. Interestingly, ancient India did not have a word for tribe. Tribes were just different janas that lived in the specific environment, such as forests or mountains. The Constitution of India was named Tribes and Tribal Communities in English and Janjadi in Hindi. ഇനി ട്രൈബൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സാധാരണ നമ്മുടെ എന്താ പറയുന്നത് പുറത്ത് ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൗണ്ടൻസിലും അല്ലെങ്കിൽ ഫോറസ്റ്റിലും താമസിക്കുന്ന ആൾക്കാർ എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ഫിഗേഴ്സ് 2011, India has 705 tribes spread over most states, amounting to the population of about 104 million people, more than the population of Australia and the United കിങ്ഡം. അതായത് ഓസ്ട്രേലിയയിലുള്ള പോപ്പുലേഷനേക്കാളും അല്ലെങ്കിൽ UK പോപ്പുലേഷനേക്കാളും കൂടുതലുണ്ട് എന്ത് ട്രൈബൽസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രൈബൽസായിട്ട് ഉണ്ട്. 19th century, anthropologists studying tribes often described them as primitive or inferior to civilized people. With deeper studies of tribal community and their rich and complex culture, such biased judgment have been mostly abandoned. ഈ നമ്മൾ സാധാരണ ഈ ട്രൈബൽസ് അല്ലെ ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കാരവും ഇല്ലാത്ത, ഒന്നും അറിയാത്ത, ഇഗ്നറൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ശരിക്കും ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചറും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അങ്ങനെ എന്താ പറയുന്നത്, ഒരു ഇൻഫീരിയർ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ആൾക്കാരല്ല, ഒരു സിവിലൈസ്ഡ് ആൾക്കാർ തന്നെയാണ്, സംസ്കാരമുള്ള ആൾക്കാർ തന്നെയാണ് ട്രൈബൽ പീപ്പിൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. There has been a constant interaction between folk and tribal traditions. And leading school of thought such as those mentioned in the chapter, deities, concepts, legends and rituals have been freely exchanged in both directions. For instance, according to tradition, Jagannath, worshipped at Puri, Odisha, was originally a tribal deity. This is also the case of various forms of mother goddess worshipped across India. ഇനിയും ഈ ട്രൈബൽസിൽ നിന്നോട് വളരെയധികം ബന്ധപ്പെട്ടുള്ളതാണ് ഫോക്ക്, നാടൻ പാട്ടുകൾ, നാടൻ ഡാൻസുകൾ അല്ലേ, ഫോക്ക് ഡാൻസുകൾ, ഫോക്ക് മ്യൂസിക്, ഇതെല്ലാം. അതുപോലെ നമ്മൾ ജഗന്നാഥ ക്ഷേത്രം, പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഡയറ്റി ഒരു ട്രൈബൽ എന്താ പറയുന്നത് ഡയറ്റി ആണെന്ന് പറയാം. ട്രൈബൽ ഡയറ്റി എന്ന് പറഞ്ഞാൽ കാട്ടാള, ഇപ്പം അങ്ങനെയില്ലേ ദേവന്മാർ കാട്ടാള രൂപത്തിലിരിക്കുന്ന അമ്പലങ്ങളുണ്ട്, അതുപോലെ ദേവീ രൂപങ്ങളും ഉണ്ട്. ഹിന്ദു ഡൈറ്റീസ് long ago and possessed their own versions of Mahabharata and Ramayana. This was being documented from India's northeast state of the world to Tamil Nadu. അതായത് നമ്മൾ കഥകളിലൊക്കെ രാമായണ മഹാഭാരത കഥകളിലൊക്കെ
കേട്ടിട്ടുണ്ട്. ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം കാട്ടാള രൂപത്തിൽ അതായത് ട്രൈബൽ രൂപത്തിൽ വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കാട്ടാള രൂപത്തെ ആരാധിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ദൈവങ്ങളും ആ രൂപങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെയാണ് വേണം കരുതാൻ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്. How have such interactions taken place for long and naturally? It is the end of because of folk, tribal and Hindu belief system have many similar concepts. അതായത് ട്രൈബൽ പീപ്പിളിൻ്റെ കോൺസെപ്റ്റും ഹിന്ദുയിസത്തിൻ്റെ കോൺസെപ്റ്റും വളരെയധികം ഒരുപോലത്തതാണ്. For instance, in all three elements of nature such as mountains, rivers, trees, plants and animals and some stones too are regarded as sacred because they are conscious behind all of them. അപ്പോൾ ഈ ട്രൈബൽ പീപ്പിളിൻ്റെ കോൺസെപ്റ്റിലും ഹിന്ദുയിസത്തിലും എന്താ പറയുന്നത്, മൗണ്ടൻ, റിവർ, ഇതിനൊക്കെ നമ്മൾ പുണ്യ നദികളുണ്ട് അല്ലേ, മൗണ്ടനെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അല്ലേ, ഹിമാലയ, നമ്മുടെ ഫോൾഡഡ് മൗണ്ടൻ ആണ് ഹിമാലയത്തിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. പിന്നെ റിവേഴ്സ്, ഗംഗ പോലെയുള്ള നദികൾ, അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈബൽ പീപ്പിളും ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഏകദേശം ഒരുപോലെയാണ് അവരുടെ കോൺസെപ്റ്റ്സ്. ഇപ്പോൾ indeed, tribes generally worship many deities associated with those natural elements. For the Toda tribals of Nilgiri of Tamil Nadu, for instance, one of them is pictured in the ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ടോഡ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. Over 30 peaks of mountains range are recited of a god or goddesses. Those peaks are so sacred that the Todas avoid to pointing to them to finger. അതായത് നമ്മൾ ഈ ടോഡ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഈ മൗണ്ടൻസിനെ എല്ലാം അവരെന്തായിട്ടാണ് കണക്കാക്കുന്നത്, ദൈവമായിട്ടാണ്. അപ്പോൾ ദൈവമായിട്ട് കണക്കാകുന്ന മാത്രമേ വളരെ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് നോക്കുന്ന ഈ മൗണ്ടന് നേരെ അവർ വിരൽ ചൂണ്ടാറ് പോലുമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ വിചാരിക്കണം. But despite the multiplicity of deities, as with Hinduism, many tribal groups have concept of higher divinity or supreme being. For example, several tribes of Arunachal Pradesh worship Doni Polo, a combined form of sun, the moon, who later rose to a higher status of the supreme god. അതായത് ഇവരുടെ വർഷിപ്പിങ്ങിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതിൽ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, സണ്ണിനെയും മൂണിനെയും കൂടെ അവിടെ ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്, അതായത് ഒരു വിഗ്രഹമായിട്ട് ആരാധിക്കുന്നുണ്ട്. ദർ ഈസ് ഓൾസോ കേസ് ഓഫ് ഗോഡ് ഓഫ് ഖണ്ഡോബ in part of central India. In eastern India, Munda and Sandal tribes, among others, worship Singbonga, a supreme deity who created this whole world. There are many more such examples. അതായത് ട്രൈബൽ പീപ്പിളിന് ഇപ്പം നമ്മൾ പറയുന്നു ഹിന്ദുസിനത്തിനോട് വളരെ ചേർന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഡൈറ്റീസ് ഉണ്ട്. അതായത് ട്രൈബൽ പീപ്പിളിന് നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ദൈവങ്ങളുടെ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തതെന്നല്ല, നമ്മൾ പറഞ്ഞു കേട്ടുകേൾവിയൊന്നും ഇല്ലാത്ത ദൈവങ്ങളുടെയൊക്കെ ഡൈറ്റീസ് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഇവർ ആരാധിക്കുന്നുണ്ട്. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആൻഡ്രി ബെറ്റിലെ സമൺ അപ്പ് ദിസ് സിറ്റുവേഷൻ ഇൻ ദീസ് വേർഡ്സ്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. The thousands of castes and tribes on the Indian subcontinent have influenced each other in their religious beliefs and practices in the beginning of history and before. ചരിത്രത്തിന് മുമ്പും അതിന് ശേഷവുമായിട്ട് ഈ ഒരുപാട് ആയിരക്കണക്കിന് ട്രൈബ്സ് ഈ സൗത്ത് ഇന്ത്യൻ കോണ്ടിനെൻറ്റിലുണ്ട്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുണ്ട്. ആൻഡ് that the tribal religions have been influenced Hinduism widely accepted. പക്ഷെ ട്രൈബൽ പീപ്പിൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഹിന്ദുയിസമാണ്. ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ട്രൂ ആൻഡ് ഹിന്ദുയിസം നോട്ട് ഓൺലി ദ ഫോർമാറ്റീവ് ഫേസ് ബട്ട് ത്രൂ ഔട്ട് ഇറ്റ്സ് എവല്യൂഷൻ ഹാസ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രൈബൽ റിലീജിയൻസ്. ഇനി ഈ ഹിന്ദുയിസം അല്ലെ അവർ ഹിന്ദുക്കളെ വെറുതെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നില്ല. ഇവർ ഹിന്ദുയിസം മനസ്സിലാക്കിയിട്ട് അവരുടേതായിട്ടുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു പരിണാമങ്ങൾ ഉണ്ടാക്കിയിരുന്നു.
ക്ലിയർ ദ റിസൾട്ട് ഓഫ് ദിസ് ലോങ് ഇൻട്രാക്ഷൻ ഹാവ് ബീൻ മ്യൂച്വൽ എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ട്രൈബൽ പീപ്പിളിൻ്റെ കൾച്ചറും ഹിന്ദുസത്തോട് ഒരുപാട് റിലേറ്റ് ചെയ്തു. ഇൻ അതർ മാനർ ഫോക്ക് ആൻഡ് ട്രൈബൽ ബിലീഫ് ഹസ് പ്രാക്ടീസസ് ഓൾസോ കൗണ്ട് എമംഗ് ഇന്ത്യസ് കൾച്ചറൽ റൂൾസ്. വി വിൽ ഫർദർ ഡെവലപ്പ് ദിസ് പോയിന്റ് ഇൻ നെക്സ്റ്റ് ചാപ്റ്റർ. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് ഇതിൻ്റെ അടുത്ത ചാപ്റ്ററുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.